അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനം രാഷ്ട്രീയ ആയുധമാക്കി ബി.ജെ.പി. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനി ചടങ്ങിൽ പങ്കെടുക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം? വേണു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായി ബി.ജെ.പി. ഈ അയോധ്യ രാമക്ഷേത്രം ഉയർത്തിക്കാണിക്കും എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കോൺഗ്രസ് തങ്ങൾ ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. കോൺഗ്രസ് ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നാണ് ബി.ജെ.പിയുടെ പൊതുവായുള്ള കുറ്റപ്പെടുത്തൽ എന്നുള്ളത്. ഇത് ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാലയം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. അതിൽ നിന്നും വിട്ടുനിൽക്കുന്നതോടെ കോൺഗ്രസ് രാമവിരുദ്ധർ എന്നാണ് ബി.ജെ.പി. നേതാക്കൾ ചിത്രീകരിക്കുന്നത്. രാവണ മനോഭാവമാണ് കോൺഗ്രസിന് എന്നും ത്രേതായുഗത്തിൽ രാവണന്റെ പെരുമാറ്റത്തെ പോലെയാണ് കോൺഗ്രസ് പെരുമാറുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനി ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം എൽ.കെ. അദ്വാനിയെ ഈ നേതാക്കൾ നേരിട്ട് എത്തി ക്ഷണപത്രിക കൈമാറിയിരുന്നു. ഇതിനുശേഷമാണ് എൽ.കെ. അദ്വാനി പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചത്. നേരത്തെ ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് ഈ നേതാക്കൾ, സംഘാടകർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഇത്തരത്തിൽ ഈ അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രചരണം ആരംഭിച്ച നേതാക്കളെ വിട്ടുനിർത്തുന്നതിനെതിരെ ഉള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് നേരിട്ടെത്തി അവരെ ക്ഷണിക്കുകയും അവരെ ഈ ചടങ്ങിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ഒരു നീക്കം സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ അയോധ്യ രാമക്ഷേത്ര വിഷയം ഒരു പ്രചരണ പദ്ധതിയാക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്രാ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. ഒരു വർഷം 25,000-ഓളം പേരെ ഈ അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ടൂറിസം വകുപ്പ് അതിന്റെ നേതൃത്വത്തിലായിരിക്കും ഛത്തീസ്ഗഡ് സർക്കാർ ഇക്കാര്യം നടപ്പിലാക്കുക. ഇതിനായി IRCTC-യുമായുള്ള കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.